ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ കടവ് ഏരിയ, അവിടെയുള്ള നെൽപ്പാടങ്ങൾ. ഇന്നിപ്പോൾ ഇവിടെ വിള ഇറക്കുന്ന ഒരു രീതി കുറഞ്ഞ് 4 5 അല്ലെങ്കിൽ ഒരു 10 പേര് ചുരുങ്ങിയത്, അത്ര പേരാണ് ഇന്നിപ്പോൾ വിളവ് ഇറക്കുന്നുള്ളൂ ഈ ഭാഗത്ത്. മുൻകാലങ്ങളിൽ 3 ഭാഗങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന നെൽപ്പാടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇന്നിപ്പോൾ എല്ലാ ടെക്നോളജികളും വളർന്നിട്ടും നമ്മുടെ പഴയ ആ കൃഷിരീതികളെല്ലാം നഷ്ടപ്പെട്ടു വരികയാണ്. ഇന്ന് പ്രത്യേകിച്ച് മലയാളികൾക്ക് നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും മടിയുടെ ഒരു പ്രവണതയാണ് നാം ഇതെല്ലാം കാണുന്നത്. കാരണം ഈ കാണുന്നത് കണ്ടോ, കുറേ തരിശായിട്ട് ഇട്ടിരിക്കുകയാണ്. അതിൽ കുറേ പേര് പാട്ടത്തിനെടുത്ത് ചെയ്യുന്നതുമുണ്ട്. ഇപ്പോൾ നെൽവയലുകൾ നമ്മുടെ തണ്ണീർത്തടങ്ങളുടെ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീർത്തടങ്ങൾ ഇല്ലാത്ത രീതിയാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രവണത നമ്മുടെ ഈ കേരളത്തിൽ ശരിക്ക് വരുന്നത് തന്നെ വലിയൊരു ആപത്താണ്. നമ്മുടെ പരിസ്ഥിതിക്കും ആപത്താണിത്. പരിസ്ഥിതിയിൽ ജീവിക്കുന്ന നമുക്ക് മനുഷ്യന്മാർക്കും ഇത് നാളത്തെ ഒരു നിലനിൽപ്പിന്, ഇനി വരുന്ന തലമുറകൾക്കും കൂടി നിലനിൽക്കണമെങ്കിൽ ഇതെല്ലാം സംരക്ഷിച്ചേ മതിയാവൂ. കണ്ടോ ഈ കാണുന്നത്, ആകെ പോയിട്ട് ഈ സമയത്തൊക്കെ ഇഷ്ടം പോലെ ആളുകൾ പാടത്ത് പണിയെടുക്കുന്ന സമയമാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടോ, ഒരാൾ മാത്രം കണ്ടോ ചെയ്യുന്നത്, ഒരാളാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കിഴക്കുമുറിയത്തെ രാജേട്ടനാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് നമ്മുടെ മലയാളീസിന് സൗകര്യങ്ങൾ കൂടുന്തോറും പണിയെടുക്കാനുള്ള മടിയാണ് കണ്ടുവരുന്നത്. ടെക്നോളജി കൂടുന്തോറും നമുക്ക് ഡെവലപ്മെൻറ്റ് വരികയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ എന്താ പ്രത്യേകത വെച്ചാൽ, ടെക്നോളജി കൂടുന്തോറും ആളുകൾ പണിയെടുക്കാൻ പിന്നിലേക്കാവുകയാണ് ചെയ്യുന്നത്. കുറേ കാലം കഴിയുമ്പോഴേക്കും റോബോട്ടിക് വരും. അപ്പോൾ പിന്നെ മനുഷ്യന്മാരുടെ ആവശ്യമില്ല. അതാണ് ഇപ്പോൾ ഇത് കാണുന്നത്. നമുക്ക് ഈ പഴയ ആളുകൾ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന സംഭവങ്ങളായതല്ല. അപ്പോൾ അവരെന്താ വെച്ചാൽ നമുക്ക് തന്നിട്ട് പോയി, നമ്മളത് നേരാവണ്ണം വിനിയോഗിക്കുന്നില്ല. അതാണിപ്പോൾ ഈ കാണുന്നത്. കാരണം നമുക്കെല്ലാവർക്കും മടി പിടിച്ചു. കാരണം ഇൻസൈഡ് ഇട്ടിട്ടും കോട്ടും ഷൂട്ടും ഇട്ടിട്ടും നടക്കേണ്ട ജോലിയാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം. ഇങ്ങനെയുള്ള ജോലി ആർക്കും ഇഷ്ടമല്ല. നമ്മൾ കഴിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം ഈ ഒരു വയലോരങ്ങളിൽ നിന്നാണ് എന്ന് എല്ലാവരും മറന്നു പോണതാണ്. അതോ ഇനി എല്ലാവരും അഭിനയിക്കുകയാണോ എന്നും നമുക്ക് കരുതേണ്ടതായിട്ട് വരും. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, പിന്നെ സമയം, ഇതെല്ലാം നമ്മൾ നോക്കണം. ശരിയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ പൂർവികരായിട്ട് തന്ന സംഭവങ്ങൾ അവർ നിലനിർത്തി കൊടുക്കുന്ന പോലെ നമുക്കും ചുമതലയുണ്ട് അത് നിലനിർത്തിക്കൊണ്ടുവരാൻ. അപ്പോൾ ആരിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ടിട്ടതാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്ത് ഭയങ്കര അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും ഒരു ഒതുങ്ങിക്കൂടിയ അവസ്ഥയിലാണ്. കാർഷിക മേഖലകളിലൊന്നും വലിയ പുരോഗതിയൊന്നുമില്ല. കാരണം ഇത്രയും സൗകര്യം, നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും സുഖ സൗകര്യങ്ങൾ കൂടിയൊരു സ്റ്റേറ്റാണ് കേരളം. വെള്ളത്തിന് വെള്ളം, മഴയ്ക്ക് മഴ, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ എന്താ ചെയ്യുക, നമ്മളതെല്ലാം അറിയാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടെക്നോളജിയുടെയും വികസനത്തിൻ്റെയും പേരിൽ. നമുക്ക് വികസനം വേണം. പ്രകൃതിക്ക് ഇണങ്ങിയെ കൊണ്ടുള്ള ഒരു വികസനമാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം. പക്ഷെ നമ്മളാരും അത് ചിന്തിക്കുന്നില്ല. നമ്മൾ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രമേ നോക്കുള്ളൂ. പോസിറ്റീവും നെഗറ്റീവും ഒരു കോയിനിന് പോസിറ്റീവും നെഗറ്റീവും ഉള്ള പോലെ 2 തലങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടോ, ഈ ഒരു പാടത്തിൻ്റെ അവസ്ഥയാണ് പറഞ്ഞു വരുന്നത്. ഒരു മനുഷ്യർക്കും താല്പര്യമില്ലാത്തൊരു രീതിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്താ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കേരളം
ആകെ ഇതാവുമല്ലോ, പരിഭ്രാന്താവും. തൊഴിലില്ലായ്മ ഏറ്റവും വലിയ പ്രശ്നം. എന്താ തൊഴിലില്ലായ്മ? അതാ കണ്ടോ, ഇത്രയും സ്ഥലങ്ങളുണ്ട്. നമുക്ക് തൊഴിലില്ലായ്മയല്ല, നമ്മുടെ കേരളത്തിൽ തൊഴിൽ മടിയന്മാരാണ് കൂടുതൽ. തൊഴിലില്ലായ്മ നമുക്ക് വരുന്നേ ഇല്ല. കാരണം ഇത്രയും പാടങ്ങളും ഇതിൽ തന്നെ എത്ര പേർക്ക് പണിയെടുക്കാം. അങ്ങനെ കുറേ നമ്മളെന്താ വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പഴയ കാര്യങ്ങളൊന്നും വേണ്ട. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കണ്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ തലമുറകൾക്ക്, പിള്ളേർക്ക് നമ്മളത് അറിവുകൾ പകർന്നു കൊടുക്കാത്ത ഒരു കാരണമാണ് അവർക്ക് ഇതിനോട് താല്പര്യമില്ലാത്തത്. കണ്ടോ, ഈ ഭാഗമൊക്കെ കണ്ടോ, അതൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി ഇതാ കണ്ടോ, ഈ കിടക്കുന്നതൊക്കെ. ഇത് ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം കൃഷി ചെയ്യുമ്പോൾ അതിൻ്റേതായ ലാഭം കിട്ടില്ല. നമ്മൾ ലാഭത്തിന് മാത്രമായിട്ട് കൃഷി ചെയ്തത് അത്ര അനുയോജ്യമേ ഇല്ല. നമുക്ക് എല്ലാത്തിനും ലാഭവും നഷ്ടവും ഉണ്ടാവും. പക്ഷെ ഇതിങ്ങനെ തരിശു ഭൂമിയായിട്ട് ഇടുമ്പോഴേ അതാണ്, അതായത് അറിവുകൾ പകർന്നു കൊടുക്കാൻ ആളില്ല. അതിൻ്റെ ഒരു ഉചിതമായ കാരണമാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുമ്പോഴല്ല അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും കഴിയുള്ളൂ. നമ്മളപ്പോൾ അത് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും നല്ലൊരു സ്റ്റേറ്റാണ് നമ്മൾ വികസനം പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വികസനം വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. വെള്ളത്തിന് വെള്ളം കിട്ടാതെയാവും. നദികൾ 44 നദികളുള്ളത് മെല്ലെ മെല്ലെ കുറഞ്ഞ് ചിലപ്പോൾ ഒരു 10 നദികളൊക്കെ ആവും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഭാരതപ്പുഴയുടെ അവസ്ഥ ഇട്ടുണ്ടായല്ലോ, അതും ഇതേ പരിതാപകരമാണ്. ഭാരതപ്പുഴ ഇനി നമുക്ക് കാട് പോലെ കാണാം, അത്രയേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന അവസ്ഥയാണ്. നമ്മളെന്താ നാടോടുമ്പോൾ നടുവേ ഓടുന്ന അവസ്ഥയാണ്. അപ്പോൾ മുന്നോട്ട് ഓടുമ്പോൾ ബാക്കിലെ കാര്യങ്ങൾ, നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർക്കുന്നില്ല. അതാണ് ഇതെല്ലാം കാണുന്നത്. താങ്ക് യു.